വെല്ലീശൻ ചേച്ചിയോട് ട്യൂഷന് പോവാൻ പറഞ്ഞു. ദേപ്പു, വെറുതെ നോണ പറയരുതേ. വെല്ലീശൻ ദേ ഹാളിൽ ഇരിപ്പുണ്ട്. ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക. അയ്യോ, അച്ഛൻ ഹാളിലുണ്ടായിരുന്നോ? അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു കാണുമോ? കേട്ട് കാണൂ. അറിയില്ല ചേച്ചി. ദൈവമേ, പ്രശ്നമാവൂലോ. അപ്പു, ഞാൻ ട്യൂഷന് പോവാം. പക്ഷേ എന്നോട് രാജു സംസാരിക്കാൻ പാടില്ല. സംസാരിക്കാതെ എങ്ങനെ ട്യൂഷൻ എടുക്കും? അതൊന്നും എനിക്കറിയില്ല. രാജു എന്നോട് സംസാരിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഈശ്വര, അങ്ങനെ യുദ്ധം അവസാനിച്ചു. മേഡം, മേഡം, എന്താണോ ഇത്? താൻ എന്തായി കാണിക്കുന്നത്? എടോ, താൻ എന്തിനാണോ ഓട്ടോ പറഞ്ഞത്? പറയാൻ ചേട്ടാ. മേഡം, രസിക മേഡം, മാഡം എന്തിനാ കാറിൽ നിന്ന് ഇറങ്ങി ഓട്ടോ കയറിയത്? ചേട്ടാ, ഇയാളൊന്ന് ഇറക്കി വിടോ. രതിക മാഡം, പ്ലീസ്. ശരി, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഞാൻ കൂടെ വരും. മാഡത്തിന് തനിച്ചു വിടാൻ പറ്റില്ല. പോവാൻ ചേട്ടാ. ഓ, ചേട്ടാ, ഇവിടെ ഒന്ന് നിർത്തൂ. അല്ല, എന്തിനാ നിർത്തിയ? മാഡം, 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 അതെ മാഡം, എന്തിനാ മാഡം എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്ക് രാജുനെ കാണുന്നതേ വെറുപ്പ. രാജുനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കിപ്പോ. മാഡം, 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 എന്താ? വേണമെങ്കിൽ ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം. എനിക്ക് വന്ന് പിടിക്ക. മാഡം, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാം മാഡം. മാഡം എന്നോട് പിണങ്ങിയത് പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. എന്തേലും കഴിച്ചിട്ട് പോവാം മാഡം. താങ്ക്സ് മാഡം. മാഡത്തിന്റെ ഈ മനസ്സ് രാജുവിനറിയാം. പുറത്ത് എത്ര ദേഷ്യം കാണിച്ചാലും മാഡത്തിന്റെ ഉള്ളിൽ തനി തങ്കമല്ലേ, പത്തരം മാറ്റി തങ്കം. വേണ്ട മാഡം, വേണ്ട, നിർത്തി. എന്താ സാർ വേണ്ടത്? ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയുണ്ടോ? ഉണ്ടല്ലോ. എങ്കിൽ 3 ചപ്പാത്തി കുറുമ എടുത്തോ. മാഡത്തിന് എന്തെങ്കിലും വേണോ? വേണ്ട. ഓക്കെ. പിന്നെ ഒരു ചായ. സ്ട്രോങ് ആയിരിക്കണം ചായ. മധുരം കുറച്ച് മതി. എന്താ സാറേ, സാറിന് ഷുഗർ ഉണ്ടോ? എടോ, തന്നോട് ചായ എടുക്കാൻ പറഞ്ഞ ചായ എടുത്താ മതി. കൂടുതൽ ഇങ്ങോട്ട് ഇറക്കല്ലേ. വിശന്നിട്ടാണെങ്കിൽ ബാക്കിയുള്ളവന്റെ വയറ് പോഞ്ഞു തുടങ്ങി. എടോ, വീഴ്ച നിൽക്കാതെ പോയി ഞാൻ പറഞ്ഞ ഓർഡർ കൊണ്ടുപോവാ. ശരി സാർ. ശ്രുതിക മാഡം, മാഡത്തിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് മാഡത്തിന്റെ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വർമ്മ സാർ, മറ്റൊരു ഭാഗത്ത് കല്യാണമേ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഋതിക മാഡം. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യമില്ലാതെ കല്യാണം മുടക്കാൻ നടക്കുന്ന മാഡത്തിന്റെ അമ്മായിയും മുറച്ചെറുക്കനും. ഞാൻ ആരുടെ കൂടെ നിൽക്കണം? മാഡം ആണെങ്കിൽ ആരുടെ കൂടെ നിൽക്കും? പറ, ആരുടെ കൂടെ നിൽക്കും? സാർ, ഓർഡർ. താനാരാ? ഞാൻ ഈ ഹോട്ടലിലെ സ്റ്റാഫാണ്. അപ്പോ കുറച്ചുമ്പോ ഓർഡർ എടുത്തിട്ട് പോയതോ? അതും ഈ ഹോട്ടലിലെ സ്റ്റാഫാണ് സാർ. അത് സാബു, ഞാൻ രാജു.
ഏ? രാജു അതെ. ഓ, എന്തിനാ മാഡം ചിരിക്കുന്നത്? അല്ല, സാറിനെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സാറിന്റെ പേരെന്താ? എന്റെ പേരെ സാബു. ഓ, ഞാൻ മറ്റേ സാബുവിനോടെ ഇവിടുത്തെ സ്റ്റാഫിനോട് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. ശരി. ചേട്ടൻ ചെല്ല്. ഓക്കെ സാർ. ഇതാ സാർ, ചപ്പാത്തിയും കുറുമക്കറിയും. നല്ല ചൂടുണ്ടേ. ചായ ഉണ്ട് സാർ. ചേട്ടാ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടുമോ? മാഡം, വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കും. ആ, ഋതിക മാഡം, ഞാൻ പറഞ്ഞു വന്നതേ, വിവാഹ നിശ്ചയിച്ച കാര്യം മർമ്മസാറിന് വേണ്ടി എനിക്ക് ഋതിക മാഡത്തോട് മറച്ചു വെക്കേണ്ടി വന്നു. തെറ്റെന്റെ ഭാഗത്താ, ഞാൻ സമ്മതിക്കുന്നു. സർ, വെള്ളം. പക്ഷേ മാഡത്തിന്റെ ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മാഡത്തിനോടൊന്നും പറയാത്ത. ഈ എക്സാമിനെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാഡം, എന്തേ കാണിച്ചേ? മാഡം